ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. റുബിയാൻ റൈസാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് ചെറിയ രീതിയിൽ റോസ്റ്റായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് മൂന്നും കൂടി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് 1-2 ഏലക്കായും പൂവും പട്ടയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 വലിയ ഉള്ളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ആ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചതച്ച് 2 സ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തെടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം പൊട്ടറ്റോയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ചെമ്മീനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയ ചെമ്മീനും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂൺ ഗരം മസാല, കുറച്ച് കപ്സ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു 1.5 സ്പൂണ് കപ്സ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചുവന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 കൈപ്പിടി പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ലോണം കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അത് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പം ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറും കറിയും എല്ലാം ഉണ്ടാക്കാൻ ടൈമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, പൂവ്, കുറച്ച് ചെറിയ ജീരകവും ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അരി ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അധികം മസാലയും
എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.